Watch full episodes on Jio Hotstar. എന്റെ ചേട്ടാ, ഞങ്ങളെ എങ്ങനെ തല്ലിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? കൊള്ളാം ജോൺ, ഈ വടി അതിനേക്കാൾ ഉഗ്രന. ഇതുകൊണ്ട് അടിച്ചാൽ അവന്മാര് വലിയ വായിലെ നിലവിളിക്കും. എങ്കിൽ മാത്രമേ ഇവന്മാരൊക്കെ ഒരു പാഠം പഠിക്കൂ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാമല്ലേ? പറയൂ. എന്റെ ചേട്ടാ, അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത്രയും വലിയ വടി കൊണ്ട് ആരെങ്കിലൊക്കെ അടിക്കോ? എന്റെ ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വിയർക്കുന്നത് എന്തിനാ? ഞാൻ തല്ലാൻ പോകുന്നത് അവരെ അന്വേഷിച്ചു കഴിഞ്ഞു. അവന്മാർ രണ്ടുപേരും ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവക്കാരാ. അവരെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ മാഴ്സിലെ കൊണ്ടായിരിക്കും വിടുന്നത്. അവിടെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. ഭക്ഷണത്തിന്റെ കാര്യം പിന്നെ ചോദിക്കേ വേണ്ട. ഇനിയിപ്പോ അവിടെ വിശന്നാൽ അവരുടെ പല്ലുകൾ കൊണ്ട് കല്ല് കടിച്ചു പൊട്ടിക്കേണ്ടതായിട്ട് വരും. പ്ലീസ്, അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞങ്ങളെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്തത്. ഞങ്ങള് പോയിക്കോളാം. ഈ പത്തിരുപത്തിര കസിട്ടറാമിനെ പോലെ സംസാരിക്കുന്നത് കുറച്ച് പന്നികളുണ്ട് കേട്ടോ. സംഭവം നീ പറയുന്നത് ശരിയാണ് ജോൺ. ഡോക്ടർ ജഡ്കയോടും ഗസിറ്റാറോമിനോടും എനിക്കൊരു ശത്രുതയുമില്ല. അവർ നല്ലവരാ. പാഠം പഠിപ്പിക്കേണ്ടത് ഇവന്മാർ രണ്ടിനെയുമാ. ഇവരെ ഉടനെ ആ കനലിലേക്ക് വലിച്ചെറിയ. മമ്മി, രക്ഷിക്കണേ. വേണ്ട വേണ്ട, ഞാൻ പോവാണ്. രക്ഷിക്കണേ. ആരിൽ നിന്ന് പുറത്തേക്ക് വിടണേ. വേഗം വേഗം വിടണേ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ വോൾക്കാനോട് അകത്തേക്ക് പോയിട്ട് തന്നെയാ. നിങ്ങളത് കണ്ടോ? ഞാൻ കസിറ്ററാമാണ്. കണ്ടോളൂ. എന്റെ പൊന്നു കസിട്ട, നീ എന്തൊരു പരിപാടിയായി കാണിച്ചത്. സബാഷ് ജോൺ, നീ ചെയ്തത് വളരെ നന്നായി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എങ്ങനെ വന്നെത്തി? ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നത്? നമ്പർ 1, നമ്പർ 2, മോട്ടും പത്തനും എവിടെ? പിങ്കി പാങ്കി പോങ്കി, ഇത്ര പവർഫുൾ ആയാലും പ്രശ്നമില്ല. ഇത്രയും ശക്തിയുള്ള ടാങ്കറുകൾക്ക് മുമ്പിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടോ മോട്ടു, കണ്ടോ? അവര് 3 പേരും എങ്ങനെയാ ഇവിടുന്ന് ഓടാൻ പോകുന്നതെന്ന് കണ്ടോളൂ. മോട്ടു, പത്തലു, നിങ്ങൾ രണ്ടുപേരും വളരെ പരാക്രമം കൊണ്ട് തന്നെ എന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. മാത്രമല്ല, എന്നെ നേരിടാനും നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾക്ക് വലിയ ധൈര്യമാണല്ലോ. ധൈര്യം ഞങ്ങളുടെ രണ്ടുപേരുടെയും ചോരയിൽ കലർന്നിട്ടുണ്ടോ പാങ്കി? ഒരാളുടെ മോശം സമയം ആഗമനമാകുമ്പോ അവൻ കാണിക്കുന്നതെല്ലാം വിഡ്ഢിത്തരമായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ടാങ്ക് കാണിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകുന്നോ? നിങ്ങൾക്കുള്ള ആപത്ത് നിങ്ങൾ തന്നെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി അടിക്ക്. ഫയർ. എന്താ നിർത്തിക്കളഞ്ഞത്? ഇനിയും ഫയർ ചെയ്യൂ. വേറെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പുറത്തെടുക്ക. എയർഫോഴ്സ് അറ്റാക്ക്, അറ്റാക്ക്.
പത്ലു, നമ്മൾ എങ്ങനെയാ പത്ലു ഇവരുമായി ഏറ്റുമുട്ടുന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? മോട്ടു, ഇതുകൊണ്ടൊന്നും നമ്മൾ തോൽക്കാൻ പോകുന്നില്ല. ആർമി ഒരിക്കലും തോറ്റ് പിന്മാറില്ല. നമ്മൾ ജയിക്കും, എത്രയും പെട്ടെന്ന് തന്നെ ജയിക്കും. മനസ്സിലായോ? ഓടിക്കോ. പത്ലു, എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആയെന്നാണ്. നിനക്ക് എന്താ തോന്നുന്നത്? പത്ലു, എവിടെ പോയി ഒളിച്ചു? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. വരൂ, ഞങ്ങളെ നേരിടൂ. General Secretary, we are all worried. ഈ സൂപ്പർ വില്ലൻസ് ലോകം മുഴുവനും അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരികയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഫോഴ്സ് അവരെ പിടിക്കാനായിട്ടുള്ള എല്ലാ പ്രയത്നവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും യോജിച്ച് നിന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഹലോ ജെന്റിൽമാൻ, ഞങ്ങൾ പിങ്കി പാങ്കി ആൻഡ് പോങ്കി. ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോ. ഇത്ര തിരക്കോ പുറത്തേക്ക് പോകാൻ? ഓ, മീറ്റിംഗ് നടക്കുകയായിരുന്നു അല്ലേ? സുഹൃത്തുക്കളെ, എനിക്കിത് നിങ്ങളോട് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും ശരി, ഞങ്ങളുടെ പവറിന്റെ മുന്നിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഞാൻ പറയുന്നത് അനുസരിക്കുകയായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത്. ഇന്നു മുതൽ ഈ ലോകം തന്നെ ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. അതിലാർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പറയാം. മനസ്സിലായോ? കാരണം കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ കേൾക്കാനുള്ള ഈ മനസ്സൊക്കെ അങ്ങ് പോകുന്നു തോന്നുന്നു. ഞാൻ എന്റെ നാടിനെ നിങ്ങളുടെ അണ്ടറിൽ ഞാൻ തരില്ല. ഓക്കേ, നോ പ്രോബ്ലം. എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ നിന്നും പുറത്തു പോകാനാകും. നിങ്ങളുടെ ഈ താഴ്ന്ന തലകൾ ഇതാണ് എന്നോട് പറയുന്നത്. നിങ്ങൾ എന്നോട് സഹകരിക്കാൻ തയ്യാറാണെന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. മോട്ടു പത്രു, നിങ്ങൾ രണ്ടാളും വേഗം അകത്തേക്ക് ചെല്ലൂ. ഡോക്ടർ ജഡ്കാനും കസിറ്റാറാമിനെയും പുറത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. നിങ്ങൾ ആ വില്ലന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ അയാൾ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറിവേപ്പില പോലെ കളയുവാ ബോസ്. എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? ആ പിങ്കി പാങ്കി പോങ്കിയുടെ സ്വപ്നമെന്ന് പറയുന്നത് ഈ ലോകമാണ്. പക്ഷേ ഈ ജോണിന്റെ സ്വപ്നമെന്ന് പറയുന്നത് ഫുർഫുറി നഗരം മാത്രമാണ്. ഈ ജോണിന് അത് മാത്രം മതി. ഈ ഫുർഫുറി നഗരത്തിന് ഈ ജോണായിരിക്കും രാജാവ്. ഈ ജോണായിരിക്കും. എന്റെ മൂട്ടിൽ എന്താ കൊണ്ടത്? സഹിക്കാൻ പറ്റുന്നില്ലേ? എന്നെ അല്ലടാ, അവന്മാരെ പോയി പിടിക്ക. എന്നെ താഴെ ഇറക്ക്. എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. മനസ്സിലായോ? ഹോയ് മോട്ടു പത്രു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും അവിടെ ചെയ്തു തന്നതല്ലേ? ഏട്ടാ, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ എല്ലാം തകിടം മറിഞ്ഞു പോയി. നിങ്ങൾ തന്ന ആ മരുന്നില്ലേ? അതെ ഡോക്ടർ ജഡ്ക, അങ്ങനെ സംഭവിച്ചേ. എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല കാര്യം. വരൂ, നമുക്ക് ബോസിനെ അറിയിക്കാം. നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. വരൂ പത്ലു ചങ്ക്, വേഗം സ്പ്രേ ചെയ്യാൻ നോക്ക്.
വേഗം വരൂ. ബോസ് വേഗം വായോ. ദേ ഇവിടെയുണ്ട് മോട്ടും പത്തിലും. എവിടെയാണ് അവരെല്ലാം? എവിടെയാണ്? നിങ്ങൾ രണ്ടുപേരല്ല പറഞ്ഞത് ഇവിടെ 4 പേരുണ്ടത്ര. അവിടെ ഉണ്ടായിരുന്നവര് ഓടിപ്പോയി. നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? സ്വപ്നം കണ്ടോണ്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നോ? അല്ല ബോസെ, ഉറങ്ങുകയൊന്നും ആയിരുന്നില്ല. അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. പേടിപ്പിക്കുന്ന ശബ്ദം എവിടുന്നാ വരുന്നത്? ഓ ചങ്കെ, അത് പേടിപ്പിക്കുന്ന ശബ്ദമൊന്നുമല്ല, ഒരു യന്ത്രം പ്രവർത്തിക്കുന്നതിന്റെ ശബ്ദമാണത്. ഇതാ നോക്ക്. ഓടിക്കോ, വേഗം ഓടിക്കോ. സ്പ്രേ മുറുക്കം പിടിക്ക. ഞാനുണ്ട്, മുറുക്കം പിടിച്ചോളേ. വിടലേ, വിടലേ, രക്ഷിക്കൂ. വിടലേ, വിടലേ, രക്ഷിക്കണേ. മമ്മി. രക്ഷിക്കണേ. ഐഡിയ. മമ്മി രക്ഷിക്കണേ. സഹോദരി, ഈ ചെറിയ ചെറിയ സാധനങ്ങൾ എന്താ? എലികളല്ല, എന്നാലും അതുപോലെ തന്നെയുണ്ട്. ഇത് കഴിക്കാൻ പറ്റുമോ? പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ പൂച്ചയ്ക്ക് എറിയായിട്ടില്ല. ഓടിക്കോ, മമ്മി രക്ഷിക്കണേ. പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒരു പന്തായിട്ട് മാറിയിട്ടില്ല. രക്ഷിക്കണേ. എന്റെ ചങ്കെ പത്തിലു, ആ വലുതാകാനുള്ള സ്പ്രേ ഒന്ന് അടിക്ക് വേഗം. അടിച്ചേക്കാം ഡോക്ടർ ജഡ്ക. Watch India's largest kids library only on Jio Hotstar. Download the app now.